2021 ഡിസംബർ മാസം 11 മഹാരാഷ്ട്രയിലെ മാഥേർ എന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവം. മാഥേർ ഒരു പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഹിൽ സ്റ്റേഷൻ എന്ന നിലയിലാണ് ഈ സ്ഥലം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. ദിവസേന ഇവിടെ നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ എത്താറുണ്ട്. ആ ദിവസവും മറ്റു ടൂറിസ്റ്റുകളെ പോലെ തന്നെ ഒരു ദമ്പതികൾ മാഥേറിൽ സന്ദർശിക്കാൻ എത്തി. അവർ മുഴുവൻ ഹിൽ സ്റ്റേഷനും കണ്ടു. രാത്രി 11 മണിയായപ്പോൾ ഇരുട്ട് പടർന്നതിനാൽ അവർ തീരുമാനിച്ചു, ഇന്നത്തെ രാത്രി ഇനി ഇവിടെ തന്നെ ഒരു ഹോട്ടലിൽ താമസിക്കാമെന്ന്. അങ്ങനെ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. തങ്ങളുടെ റൂമിലേക്ക് പോയി ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം രാവിലെ ഏകദേശം 7:30 അതേ ഹോട്ടലിലെ ഒരു സ്റ്റാഫ് അവരുടെ റൂമിന്റെ വാതിൽ തട്ടി. ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് വേണ്ടതെന്ന് ചോദിക്കാനായിരുന്നു അവന്റെ ഉദ്ദേശം. പക്ഷെ അകത്ത് നിന്ന് ആരും വാതിൽ തുറന്നില്ല. ഒരു ശബ്ദം ഉണ്ടായില്ല. അതുകൊണ്ട് അവൻ കരുതിയത് അവരിപ്പോഴും ഉറങ്ങുകയായിരിക്കും. പിന്നീട് വന്ന് ചോദിക്കാം എന്ന് വിചാരിച്ച് അവിടെ നിന്നും പോയി. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് അവൻ വീണ്ടും ചെന്ന് വാതിൽ തട്ടി. എന്നാൽ അപ്പോഴും അകത്ത് നിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായില്ല. ഇതോടെ അവൻ ഇക്കാര്യം ഹോട്ടൽ മാനേജറെ അറിയിച്ചു. മാനേജർ പറഞ്ഞു, അവരെ ഉറങ്ങാൻ വിട്ടേക്ക്, വിശന്നാൽ അവർ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വരും, നീ നിന്റെ ജോലി നോക്കെന്ന്. തുടർന്ന് സ്റ്റാഫ് അംഗങ്ങൾ തങ്ങളുടെ ജോലികൾ നോക്കാൻ തുടങ്ങി. സമയം 11 മണി. അപ്പോഴും ആ ദമ്പതികൾ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നില്ല. ഇപ്പൊ മാനേജർക്ക് എന്തോ സംശയം തോന്നി. അവരെ ഉണർത്തേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന് തോന്നി. അങ്ങനെ മാനേജർ ചെന്ന് വാതിൽ തട്ടി. ഇപ്പോഴും അകത്തുനിന്ന് ഒരു മറുപടിയുമില്ല. അവൻ വാതിൽ പലതവണ തട്ടി, എന്നിട്ടും ആരും തുറന്നില്ല. ഇപ്പൊ മാനേജർ മാസ്റ്റർ കീ ഉപയോഗിച്ച് റൂമിന്റെ വാതിൽ തുറന്ന ആ നിമിഷം മാനേജർ ഇങ്ങനെ അതിശയിച്ചു നിന്നുപോയി. കാരണം റൂമിനുള്ളിൽ ആരുമില്ലായിരുന്നു. രാത്രി ചെക്ക് ഇൻ ചെയ്ത ആ ദമ്പതികൾ അവിടെ ഉണ്ടായിരുന്നില്ല. മാനേജർ റൂമിനുള്ളിലേക്ക് കയറി ചുറ്റും നോക്കി. പക്ഷേ ഒരു സൂചന പോലും അവിടെ കണ്ടെത്താനായില്ല. എന്നാൽ ആ റൂമിൽ നിന്നും ഒരു വിചിത്രമായ ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു. ആ ദുർഗന്ധം എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്താൻ മാനേജർ റൂമിനുള്ളിൽ എല്ലായിടത്തും തിരയാൻ തുടങ്ങി. അവസാനം അവർ ബെഡിനടിയിൽ നോക്കിയപ്പോൾ കണ്ട കാഴ്ച അത് അദ്ദേഹത്തിന്റെ ഹൃദയം തന്നെ നിലച്ചു പോകുന്ന രീതിയിലായിരുന്നു. കാരണം ബെഡിന് താഴെ ഒരു സ്ത്രീയുടെ മൃതശരീരം കിടക്കുകയാണ്. അതിന്റെ അവസ്ഥ കണ്ടാൽ ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു. ശരീരത്തിൽ ഒരു തുണി പോലുമില്ല. പൂർണ്ണമായും നഗ്നമായ അവസ്ഥ. അതിലും ഭീകരമായ കാര്യം, ആ ശരീരത്തിന് തല തന്നെ ഇല്ലായിരുന്നു. തല വെട്ടപ്പെട്ട ഒരു ശരീരം അവിടെ കിടക്കുന്നു. ഇത് കണ്ടതോടെ മാനേജർ പൂർണ്ണമായും ഭീതിയിലായി. ആ മൃതശരീരം ആരുടേതാണ്? ആരാണ് ഇങ്ങനെ ചെയ്തത്? എന്തിനിത്ര ക്രൂരമായൊരു കൊലപാതകം ചെയ്തു? ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. മൃതശരീരം കണ്ടതും മാനേജർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. ആ ശരീരം ആരുടേതാണെന്ന് കണ്ടെത്തുക എന്നതായിരുന്നു ആദ്യ ലക്ഷ്യം. പോലീസ് മൃതശരീരത്തെ പൂർണ്ണമായും പരിശോധിച്ചപ്പോൾ അവളുടെ ഇടത് കൈയിൽ ഒരു ടാറ്റു ഉണ്ടെന്ന് കണ്ടു. ആ ടാറ്റു ആരോ ഒരാളുടെ പേര് എഴുതിയതുപോലെയായിരുന്നു. പക്ഷെ അവളെ കൊലപ്പെടുത്തിയ ആ വ്യക്തി ആ ടാറ്റു കത്തി ഉപയോഗിച്ച് ഭീകരമായി ചുരണ്ടി മാറ്റി. അതുകൊണ്ട് അവിടെ എന്തെഴുതിയിരുന്നു എന്ന് വ്യക്തമാകുന്നില്ല. അതിനുശേഷം പോലീസ് ആ ഹോട്ടലിന്റെ ലോഗ് ബുക്ക് പരിശോധിച്ചു. അവിടെ രാത്രി ചെക്ക് ഇൻ ചെയ്ത ദമ്പതികളുടെ പേര് റുബീന ബീഗം, മറ്റൊന്ന് അംജിത് ഖാൻ, ഇങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്. വിലാസവും ലോഗ് ബുക്കിൽ എഴുതിയിരുന്നു. എന്നാൽ ഇവിടെ ഹോട്ടൽ അധികൃതർ വലിയൊരു അശ്രദ്ധ കാണിച്ചു. ആ ദമ്പതികളിൽ നിന്നും ID പ്രൂഫ് വാങ്ങാൻ അവർ മറന്നു. അതുകൊണ്ട് തന്നെ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്ന പേരും അഡ്രസ്സും യഥാർത്ഥമാണോ വ്യാജമാണോ എന്ന് ഉറപ്പിക്കാൻ പോലും പോലീസിന് സാധിച്ചില്ല. പോലീസ് ആ ലോഗ് ബുക്കിൽ നിന്നും എടുത്ത വിലാസത്തിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഇല്ല. റുബീന ബീഗമോ അംജിത് ഖാനോ താമസിക്കുന്നില്ല എന്ന് വ്യക്തമായി. ഇതോടെ ഈ ലോഗ് ബുക്കിലെ പേരും വിലാസവും വ്യാജമാണെന്ന് പോലീസ് ഉറപ്പാക്കി. അതിനുശേഷം പോലീസ് ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ദൃശ്യങ്ങളിൽ ആ ദമ്പതികളെ കാണുന്നില്ല. ഇനി കണ്ട ഫുട്ടേജിലാണെങ്കിൽ കൂടിയും അതൊരു കോവിഡ് കാലമായതിനാൽ അവർക്ക് മാസ്ക് ധരിക്കുക നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദമ്പതികൾ മാസ്ക് ധരിച്ചതുകൊണ്ട് അവരെ തിരിച്ചറിയുക എന്നതും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ രാത്രിയിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചപ്പോൾ രാവിലെ 3:30 ആ ദമ്പതികളിലെ പുരുഷൻ മാത്രം ഹോട്ടലിൽ നിന്നും ചെക്ക് ഇൻ ചെയ്തതായി കണ്ടെത്തി. അവൻ ആരോടും ഒന്നും പറയാതെ വളരെ എമർജൻസിയായി ഒരു ബാഗ് കൈവശം എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് പോയത്. അവൻ മാസ്ക് ധരിച്ചിരുന്നതുകൊണ്ട് തിരിച്ചറിയാനും സാധിച്ചില്ല. മാഥേർ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായതിനാൽ എല്ലാ ഭാഗങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. പോലീസ് ആ ദൃശ്യങ്ങൾ പിന്തുടർന്നപ്പോൾ അവൻ CCTV ഇല്ലാത്തൊരു ഭാഗത്തേക്ക് പോകുന്നത് കണ്ടു. അതൊരു ആളൊഴിഞ്ഞ പ്രദേശമായിരുന്നു. അവിടെ പോകുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നും തിരികെ വരുമ്പോൾ ആ ബാഗ് അവൻ്റെ കയ്യിലില്ല. പോലീസ് ഇപ്പോൾ ആ പ്രദേശത്ത് ചെന്ന് അന്വേഷണം നടത്തി. അപ്പോഴാണ് രക്തം പുരണ്ടൊരു പോളിത്തീൻ ബാഗ് കണ്ടെത്തി. ആ ബാഗ് തുറന്നപ്പോൾ
പോലീസ് തന്നെ ഞെട്ടി മരവിച്ചു പോയി. അതിനുള്ളിൽ ഒരു സ്ത്രീയുടെ വെട്ടിയ തല ഉണ്ടായിരുന്നു. അതിനുശേഷം ചുറ്റുപാടുകൾ പരിശോധിച്ചപ്പോൾ മറ്റൊരു ബാഗ് കണ്ടെത്തി. അതിൽ നിന്നും ഒരു ആശുപത്രിയുടെ വിസിറ്റിംഗ് കാർഡ് കണ്ടെത്തി. ആ ആശുപത്രി മഹാരാഷ്ട്രയിലെ ഗോരേഗാവ് എന്ന പ്രദേശത്താണ്. ഇപ്പോൾ പോലീസിന് ആ സ്ത്രീയുടെ തല ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ആശുപത്രിയിൽ അന്വേഷണം തുടങ്ങി. അതിലൂടെ വ്യക്തമായത് ആ മൃതശരീരം പൂനംപാൽ എന്ന ഒരു സ്ത്രീയുടേതാണ്. അവൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തൻ്റെ ഭർത്താവിനോടൊപ്പം ആ ആശുപത്രി സന്ദർശിച്ചിരുന്നു. അന്ന് അവർക്ക് കയ്യിൽ കാശില്ലാത്തതിനാൽ UPI പേയ്മെൻറ്റ് നടത്തിയതായും പോലീസ് കണ്ടെത്തി. ഇന്ത്യയിൽ UPI ഒരു സാധാരണ ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനമാണ്. ആശുപത്രിയിൽ നിന്നും ഈ പോലീസിന് പൂനത്തിൻ്റെ ഭർത്താവിൻ്റെ UPI ID ലഭിച്ചു. അത് പരിശോധിച്ചപ്പോൾ ആ UPI ID 30 വയസ്സുള്ള രാം സുലോചൻ പാലിൻ്റെതാണെന്ന് കണ്ടെത്തി. ഈ രാമിൻ്റെ മൊബൈൽ നമ്പറും ലഭിച്ചു. പോലീസ് ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവസാനം ആ നമ്പർ മാധേറിൽ ആക്റ്റീവായിരുന്നു എന്നും അതിനുശേഷം പിന്നീട് ഓൺ ചെയ്തിട്ടില്ല എന്നും കണ്ടെത്തി. ഇതോടെ ഈ കേസിന് പിന്നിൽ രാം ആണെന്ന സംശയം പോലീസിന് ശക്തമായി. പോലീസ് അവൻ്റെ അഡ്രസ് കണ്ടെത്തി വീട്ടിലെത്തി. അവനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. പോലീസിനെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ മുഖഭാവം മാറി. ആദ്യം ഒന്നും പറയാൻ തയ്യാറായില്ല. പക്ഷേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കടുത്ത ചോദ്യം ചെയ്തപ്പോൾ അവൻ സത്യം പറഞ്ഞു. പൂനംപാൽ തൻ്റെ ഭാര്യയാണെന്നും ഇരുവരും പരസ്പരം വളരെ സ്നേഹിച്ചിരുന്നുവെന്നും അവൻ പറഞ്ഞു. പൂനത്തിന് തൻ്റെ ഭർത്താവ് ഓപ്പൺ മൈൻഡഡ് ആണെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു ദിവസം രാം അവളുടെ മുൻ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു. ഭർത്താവ് ഓപ്പൺ മൈൻഡഡ് ആണെന്ന് കരുതിയ പൂനം തൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ചും അവർക്കിടയിൽ ഉണ്ടായിരുന്നൊരു ശാരീരിക ബന്ധത്തെക്കുറിച്ചും എല്ലാം തുറന്നു പറഞ്ഞു. പക്ഷെ അക്കാര്യങ്ങൾ രാമിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അതിൻ്റെ ഫലമായി അവൻ ഭാര്യയെ ഒരു വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകുന്നു എന്ന പേരിൽ മാധേറിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ഹോട്ടലിൽ ഇരുവരും ചെക്ക് ഇൻ ചെയ്തു. രാത്രി ഇരുവരും ഉറങ്ങാൻ കിടന്നു. പക്ഷെ അർദ്ധരാത്രിയിൽ രാം എഴുന്നേറ്റ് സ്വന്തം ഭാര്യയുടെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി. അതിനുശേഷം ശരീരം ആരും തിരിച്ചറിയരുത് എന്നതിനു വേണ്ടി അവളുടെ തല വെട്ടിമാറ്റി. മൃതദേഹം തിരിച്ചറിയാതിരുന്നാൽ പോലീസ് വേഗത്തിൽ കേസ് അവസാനിപ്പിക്കുമെന്നായിരുന്നു അവൻ്റെ ചിന്ത. അതിനാലാണ് അവൻ ശരീരത്തിലെ എല്ലാ വസ്ത്രങ്ങളും നീക്കം ചെയ്ത് കയ്യിലെ പൂനം എന്നെഴുതിയിരുന്ന ടാറ്റു പോലും കത്തി ഉപയോഗിച്ച് മാറ്റിയത്. പക്ഷെ പോലീസ് ഈ കേസ് വെറും 24 മണിക്കൂറിനുള്ളിൽ പരിഹരിച്ചു. പൂനത്തിന് നീതി ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു സംഭവം നമ്മളിൽ പലർക്കും ഒരു മുന്നറിയിപ്പാണ്. കണ്ണടച്ചുള്ള വിശ്വാസം അതൊരിക്കലും അരുത്. അത് ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ പോലും നമ്മെ ഏറെ അപകടത്തിലാക്കും. അത് സ്വന്തം ഭർത്താവാണ്, ഓപ്പൺ മൈൻഡഡ് ആണ് എന്നൊക്കെ കരുതി ഭാര്യ തുറന്നു പറഞ്ഞു. പക്ഷെ അവിടെയാണ് ഏറ്റവും വലിയ തെറ്റ് സംഭവിച്ചത്. മുൻ ബന്ധത്തെക്കുറിച്ച് പറയുന്നത് പോലും അവിടെ ഒരു പ്രശ്നമായി വരില്ല. പക്ഷേ മുൻ ബന്ധത്തിലുണ്ടായൊരു ശാരീരിക ബന്ധം അതൊരു പക്ഷെ ഇപ്പോഴുള്ള ഭർത്താവിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അത് എത്ര തന്നെ ഓപ്പൺ മൈൻഡഡ് ആയാൽ കൂടിയും സത്യമെല്ലാം അറിഞ്ഞതിന് ശേഷം ഒരു പക്ഷെ അത് അംഗീകരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ബന്ധങ്ങളിൽ സത്യസന്ധതയും വിശ്വാസവും ആവശ്യമാണ്. പക്ഷേ സംശയം, അസുരക്ഷിതമായ മനോഭാവം ഇതെല്ലാം ആക്രമണത്തിലേക്കായിരിക്കും നയിക്കുക. സംശയം, അസൂയ, അഹങ്കാരം എന്നിവയ്ക്ക് അവകാശം നൽകിയാൽ അവസാനം നശിക്കുന്നത് സ്നേഹവും ജീവിതവും എല്ലാമാണ്. വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു പൂനവും രാവും. പക്ഷെ അവർക്കിടയിൽ ഉണ്ടായ ഒരു ചെറിയ സംഭാഷണമാണ് പിന്നീട് ഇത്ര വലിയൊരു ക്രൂരതയ്ക്ക് തന്നെ കാരണമായത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ബന്ധത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ആ ബന്ധവുമായി മുന്നോട്ട് പോകണം, സന്തോഷമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ മറക്കുക. അത് സ്വന്തം ഭർത്താവിനോട് വീണ്ടും പറയാതിരിക്കുക. എത്ര തന്നെ ഓപ്പൺ മൈൻഡഡ് ആണെന്നൊക്കെ പറഞ്ഞാലും സ്വന്തം ഭാര്യ മുൻപ് ഒരാളുമായി കിടക്ക പങ്കിട്ടിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ പല പുരുഷന്മാർക്കും അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞുവെന്ന് വരില്ല. അതുകൊണ്ട് നിലവിലുള്ള ബന്ധത്തിൽ വിശ്വസ്തതയും ആത്മാർത്ഥതയും കാണിക്കുക. പഴയ ബന്ധങ്ങളൊക്കെ അതേപടി അങ്ങ് മറക്കുക. ഭർത്താവ് ചോദിച്ചുവെന്ന് കരുതി പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ അപ്പോഴും ചിന്തിക്കുക, ഇത് പറയുന്നത് കാരണം നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ആപത്തോ അല്ലെങ്കിൽ പ്രശ്നമോ വരുമോ എന്ന്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഡെയിലി നിങ്ങൾക്ക് ഓരോ ക്രൈം കേസുകൾ ഈ ചാനലിലൂടെ അറിയാൻ സാധിക്കും. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.